ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസ് ശനിയാഴ്ച എങ്ങനെയെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ രാജാ സാഹിബ് എന്ന പ്രഭാസ് ചിത്രം ഇന്നലെ റിലീസായിരുന്നു. സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂ തന്നെയാണ്, പലയിടത്തും നെഗറ്റീവ് റിവ്യൂ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കേരളത്തിൽ ചലനങ്ങളൊന്നും ഈ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു സിനിമയുടെ കളക്ഷൻ. പക്ഷേ സിനിമയ്ക്ക് പ്രീ സെയിലും ഫസ്റ്റ് ദിനത്തെ കളക്ഷനുമായി വേൾഡ് വൈഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് 100 കോടിക്ക് മുകളിലാണ്. അതാണ് റിബൽ സ്റ്റാർ പ്രഭാസിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാം ദിനം സിനിമ മികച്ച രീതിയിൽ പ്രകടനം വെക്കും, അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. സർവമായ കുതിച്ച് ഉയരുന്ന കാഴ്ചയാണ്. ഈ ഒരു ശനിയാഴ്ച സിനിമ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ വേട്ട തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ചത്തോടെ സിനിമയ്ക്ക് 130 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. 120 കോടി നമുക്ക് 15 ദിനങ്ങൾ കൊണ്ട് സിനിമ എത്തിയിരുന്നു. 16-ാം ദിനത്തിലൂടെ സിനിമ 124 കോടിക്കടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തോടെ സിനിമ 130-132 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്നലെ വെള്ളിയാഴ്ച സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,80,00,000 രൂപയോളം കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇന്ന് മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് ഏകദേശം 55,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് 1 കോടിക്ക് അടുത്തുള്ള കളക്ഷനും വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നും സിനിമ 2.5-3 കോടിക്ക് മുകളിൽ ട്രാക്കിങ്ങിലൂടെ തന്നെ നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ 60 കോടി കടക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 130-135 കോടി, അതായത് ഞായറാഴ്ചയോടെ സിനിമ 135-140 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരു വമ്പൻ വിജയം, 200 കോടിയാണ് ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും ആ റേഞ്ചിലേക്ക് സിനിമ എത്തിപ്പെടുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. നിവിൻ പോളിയുടെയും അജു വർഗീസിൻ്റെയും അഴിഞ്ഞാട്ടം തന്നെ സിനിമയിൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ആരാധകർ ഇന്ന് കാണുന്നത് വേറെ ഒന്നുമല്ല, ഡെലേലുവായി അഭിനയിച്ച നായികയുടെ പ്രകടനം തന്നെയാണ്. അതിനകത്തിൽ ഗംഭീരമാണ്. ആ ഒരു ഔറ തന്നെയാണ് പ്രത്യേകിച്ച് എല്ലാ ആളുകളെയും ഈ സിനിമ വീണ്ടും വീണ്ടും കാണാൻ കൊതിപ്പിക്കുന്നത്. കാരണം ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ പ്രകടനം ആ രീതിയിൽ തന്നെയാണ്. ഏകദേശം ഫൈനൽ റൗണ്ടിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു മാസത്തിനടുത്തേക്ക് അടുക്കുകയാണ് ഈ ഒരു സിനിമ. 25 ദിനങ്ങളിലേക്ക് എത്തുകയാണ്. ഈ ഒരു സിനിമയ്ക്കും ഇന്ന് ഇടിവ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കളക്ഷൻ കൂടാനുള്ള ചാൻസുകൾ ഏറെയാണ്. ഇന്നലെയും സിനിമയ്ക്ക് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത് 4 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. സിനിമയുടെ OTT റിലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 50 കോടി ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാവുകയും ചെയ്യുകയാണ്. ഏകദേശം 47-49 കോടിക്കിടയിൽ ഈ സിനിമ നിൽക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. 50 കോടി ടച്ച് ചെയ്യാൻ ഈ സിനിമയ്ക്ക് ആവില്ല എന്നുള്ളതാണ്. മോഹൻലാൽ ഉണ്ടായിട്ട് പോലും സിനിമയ്ക്ക് 50 കോടി ക്ലബിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇനീഷ്യൽ പുൾ മോഹൻലാലിൻ്റെ ബലത്തിൽ സിനിമയ്ക്ക് നന്നായി ലഭിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. മമ്മൂട്ടിയുടെ കളങ്കാവൽ 1 മാസം പിന്നിട്ട് ഇത് 40-ാം ദിനത്തിലേക്ക് അടുക്കുകയാണ്. സിനിമ 45-50 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ടാണ് OTTയിലേക്ക് വരാൻ പോകുന്നത്. സിനിമയ്ക്ക് ഇന്ന് ബാക്കിയുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കളക്ഷൻ കൂടുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നത് വലിയ കളക്ഷനല്ല. സിനിമയ്ക്ക് ഏകദേശം 87ഓളം ഷോകളാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് സിനിമയ്ക്ക് 4.5 ലക്ഷം രൂപയ്ക്കടുത്താണ് കളക്ഷൻ വന്നത്. ഇന്ന് സിനിമയ്ക്ക് 6 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. രാവിലെ തന്നെ സിനിമയ്ക്ക് ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാക്ഡ് കളക്ഷൻസ് തന്നെ വരികയുമുണ്ടായി. എന്തായാലും കളങ്കാവൽ 85 കോടി പോസ്റ്റർ നമ്മൾ കാത്തിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഈ ഒരു പോസ്റ്റർ വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. സിനിമയുടെ 40 ദിനത്തെ ഒഫീഷ്യൽ 40-ാം ദിനം ഒക്കെ മമ്മൂട്ടി പുറത്തു വിട്ടിരിക്കുന്നു. എന്തായാലും വലിയ വിജയമായ, ചെറിയ ബഡ്ജറ്റിൽ വന്ന വമ്പൻ വിജയമായ 2 ചിത്രങ്ങളാണ്. ഹാൽ എന്ന ചിത്രം എങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സ്റ്റഡി കളക്ഷനോടെ ഏകദേശം 5 ലക്ഷം രൂപയോടെ സിനിമ ഇന്നും മുന്നോട്ട് പോകുന്നു. ബോക്സ് ഓഫീസിൽ സ്റ്റഡി കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമ ഒരു വിജയമാകുമെന്നുള്ളതാണ്. ബഡ്ജറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഷെയ്ൻ നിഗത്തിൻ്റെ ഈ ഒരു ചിത്രത്തിന് വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത ചിത്രമാണെന്നറിയാം. എന്നിരുന്നു ഇത്ര വമ്പൻ റിലീസുകൾക്കിടയിലും സിനിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ബാക്കിയുള്ള സിനിമകളെ അപേക്ഷിച്ച് സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷൻ പോകുകയും ചെയ്യുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കണ്ട. ഗ്രീൻ മീഡിയാസ്.